ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ബ്ലസ്സി. 8 ലൊക്കേഷനുകളിലായി ഒറ്റ ഷെഡ്യൂളിൽ തീർത്ത സിനിമയായിരുന്നു ഭ്രമരമെന്നും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടായെന്നും ബ്ലസ്സി പറഞ്ഞു. സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം ഷൂട്ട് ചെയ്തത് പാലക്കാട് നെല്ലിയാമ്പതിയിലാണെന്നും യൂണിറ്റിന് അങ്ങോട്ടേക്കെത്താൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും ബ്ലസ്സി പറഞ്ഞു. സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലസ്സി ഇക്കാര്യം പറഞ്ഞത്. കുടിവെള്ളം പോലും എത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നിർമ്മാതാവ് പോലും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ താൻ പിന്മാറാൻ തയ്യാറായില്ലെന്നും എന്നാൽ ലൊക്കേഷനിൽ ആദ്യ ദിവസം മോഹൻലാൽ എത്തിയപ്പോൾ സ്വിറ്റ്സർലൻഡിലെ പോലെ മനോഹരമായ ലൊക്കേഷനാണ് ഇതെന്ന് പറഞ്ഞെന്നും എല്ലാവരും അതേ ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ തയ്യാറായെന്നും ബ്ലസ്സി പറഞ്ഞു. മോഹൻലാലും ഞാനും ഒന്നിച്ച രണ്ടാമത്തെ സിനിമയായിരുന്നു ഭ്രമരം. അതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്ന് പാലക്കാട് നെല്ലിയാമ്പതിയിലായിരുന്നു. 8 ലൊക്കേഷനുകളിലായി ഒറ്റ ഷെഡ്യൂളിൽ തീർത്ത സിനിമയായിരുന്നു അത്. നെല്ലിയാമ്പതിയിലെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ള സ്ഥലമായിരുന്നു അത്. ക്യാമറാമാനൊക്കെ അവിടെ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചത് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യണോ എന്നായിരുന്നു. കാരണം യൂണിറ്റിനുള്ള കുടിവെള്ളം പോലും അവിടേക്ക് എത്തിക്കാൻ പ്രയാസമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചത് ഇത്രയും റിസ്ക് എടുക്കണോ? ഇടുക്കിയിലോ മറ്റോ സാധാരണ റോഡിൽ ഇത്തിരി മണ്ണിട്ടിട്ട് ഷൂട്ട് ചെയ്താൽ പോരെ എന്നായിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യേ, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ വാശി കാരണം എല്ലാവരും അവിടെ തന്നെ മനസ്സില്ലാ മനസ്സോടെ നിന്നു. പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങി. ലാലേട്ടൻ സെറ്റിൽ ജോയിൻ ചെയ്തു. പ്രൊഡ്യൂസറും ക്യാമറാമാനും ലാലേട്ടനെ കൊണ്ട് ലൊക്കേഷൻ മാറ്റിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു. ആദ്യത്തെ ഷോട്ടൊക്കെ എടുത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ആരോ ഒരാൾ ലാലേട്ടനോട് എത്തിപ്പെടാൻ നല്ലവണ്ണം പ്രയാസപ്പെട്ടു അല്ലേ എന്ന് ചോദിച്ചു. അതിന് ലാലേട്ടൻ നൽകിയ മറുപടി ഇത്തിരി പ്രയാസപ്പെട്ടാൽ എന്താ, ഇതുപോലൊരു ലൊക്കേഷൻ സ്വിറ്റ്സർലൻഡിലൊക്കെ കിട്ടുകയുള്ളൂ, ഇവിടെ തന്നെ മുഴുവൻ ഷൂട്ടും മതി എന്നായിരുന്നു. പിന്നീട് ലൊക്കേഷൻ മാറ്റുന്നതിനെക്കുറിച്ച് ആരും തന്നെ മിണ്ടിയില്ല, ബ്ലസ്സി പറഞ്ഞു.